തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഞങ്ങൾ തുടക്കം തന്നെ അതിഗംഭീരമായി. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ തുടക്കം കണ്ട് മനസ്സിലാക്കി തന്നെ കെ സി വേണുഗോപാൽ ബുദ്ധിപൂർവ്വം മാറിയതാണ്. കെ സി വേണുഗോപാലിനെ ആരായാലും ഞങ്ങൾ തോൽപ്പിക്കും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ഞങ്ങൾ സംഘടിപ്പിച്ചത്. അത് ഏറ്റവും നല്ല രൂപത്തിൽ കെ സി വേണുഗോപാലിന് മനസ്സിലായതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാൽ ആദ്യ റൗണ്ട് മാറി. അത് ഇടതുപക്ഷ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യ റൗണ്ട് തീരുമാനിച്ച സ്ഥാനാർത്ഥി പിന്മാറിയത് തന്നെ നമ്മുടെ ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് ജയിക്കുമെന്നുള്ളതിൻ്റെ ഉറപ്പാണ്. CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ് ഈ വിജയപ്രഖ്യാപനം നടത്തിയത്. സ്ഥാനാർത്ഥി എന്തു പറയുന്നോ എന്തോ. അദ്ദേഹം ആദ്യം മുതലേ തന്നെ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായി പറഞ്ഞിരുന്നില്ല. ഇവിടെ ബഹുമാനായ സഖാവ് ആർ നാസർ പറഞ്ഞതുപോലെ ആദ്യ റൗണ്ടിലുള്ള LDF-ൻ്റെ മുന്നേറ്റം കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി അത്ര പന്തിയല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കോൺഗ്രസ്സുകാർ എന്തു പറയുന്നു ആവോ? കെ സി വേണുഗോപാൽ രംഗത്തില്ലാതെ എന്തായിരിക്കും ആലപ്പുഴയിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ? കെ സി വേണുഗോപാൽ മത്സരിക്കണമെന്ന് ആലപ്പുഴക്കാരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. പാർട്ടി ആഗ്രഹിക്കുന്നു. ഏകകണ്ഠമായി പാർട്ടിയും താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തകരും അനുഭാവികളും വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ വരെ കെ സി വേണുഗോപാലിനോടുള്ള താല്പര്യമാണ് ഏറെയുള്ളത്. കെ സി മത്സരിക്കുന്നത് കഴിഞ്ഞ കാലത്ത് അങ്ങൻ്റെ പ്രവർത്തന മികവിൻ്റെ ഒരു അംഗീകാരം തന്നെയാണ്. അങ്ങനെ ആളുകൾ പറയുന്നതിന്. പക്ഷേ പാർട്ടി തീരുമാനം മറിച്ചാണ്. പാർട്ടി തീരുമാനം ഇപ്പോഴിങ്ങി വന്നതൊന്നുമല്ലല്ലോ. സംഘടനാ ചുമതലയുള്ള ACC സെക്രട്ടറി ആക്കിയിട്ടൊക്കെ കാലം കുറച്ചായില്ലേ? ഇതൊക്കെ അപ്പോഴേ അറിയുന്നതല്ലേ? സംഘടനാ ചുമതല ഏറ്റെടുക്കുമ്പോൾ തന്നെ ഉത്തരവാദിത്തങ്ങൾ കൂടി എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് ഒരു സ്പെഷ്യൽ ഉത്തരവ് അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് അദ്ദേഹം കരുതിയിരുന്നു. കേന്ദ്ര നേതൃത്വം, കോൺഗ്രസ് ഹൈക്കമാൻഡ് കെ സി വേണുഗോപാലിനെ ഒരു പ്രത്യേക അനുവാദം നൽകി മത്സരിപ്പിക്കാൻ തയ്യാറാകുമെന്നുള്ള ഒരു 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 ചിന്തയാണ് ഞങ്ങളെപ്പോലുള്ളവർക്കും ഉണ്ടായിരുന്നത്. അതുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് 5 ഘട്ടങ്ങളിലോ 6 ഘട്ടങ്ങളിലോ ആയിട്ട് വരാം. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും സ്ക്രീനിങ് കമ്മിറ്റിയിൽ അംഗമായിരിക്കുന്ന ഒരാൾ മത്സരരംഗത്തേക്ക് വരിക എന്ന് പറയുന്നത് അത് ഒരു സത്യസന്ധമായ ഒരു പോരാട്ടത്തിന് ഒരുങ്ങി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അത് തന്നെയാണ് അദ്ദേഹം ജനങ്ങളോടും തുറന്നു പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പഴയ പടക്കുതിരയെ തന്നെ ഇറക്കേണ്ടി വരുമല്ലോ അല്ലേ? VM സുധീരൻ മത്സരിക്കാൻ തയ്യാറാണ് എങ്കിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. അങ്ങനെ എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഇതാണ് കോൺഗ്രസ്സുകാർ. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അവർക്കറിയില്ല. അങ്ങനെ തന്നെയുള്ളൊരു പാർട്ടി വേറെയുമുണ്ട്. അതും ഒരു കോൺഗ്രസ് ആണ്, കേരള കോൺഗ്രസ്. പാർലമെന്ററി പാർട്ടിയോ സ്റ്റിയറിംഗ് കമ്മിറ്റിയോ ഏതാണ്ടൊന്നും യോഗം ചേർന്നതാണ്. ഏതിൻ്റെ യോഗമാണ് എന്നതൊന്നും പ്രധാനമല്ല, എന്ത് നടക്കുന്നു എന്നതാണല്ലോ അറിയേണ്ടത്. ഏതായാലും കോട്ടയം ഞങ്ങൾ 2 ചോദിച്ചു 1 തന്നു. കോട്ടയമാണ് കിട്ടിയിരിക്കുന്നത്. കിട്ടിയ സീറ്റ് ഒരിക്കലും കൈവിട്ടു പോകാതെ അത് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ എല്ലാവരുടെയും മുമ്പിലുള്ള. അതാണ് അതിൻ്റെ ശരി. കിട്ടിയ സീറ്റ് ഒരിക്കലും വീട്ടിൽ നിന്ന് പുറത്തു പോകാതെ ജയിപ്പിച്ചെടുക്കണം എന്നായിരുന്നു മാണി സാറിൻ്റെ ആഗ്രഹം. അത് നടന്നില്ല. എന്നാൽ പിന്നെ ഗ്രൂപ്പിൻ്റെ കയ്യിലെങ്കിലും അത് സുരക്ഷിതമായിരിക്കണം എന്നുണ്ട്. അതും നടക്കുമെന്ന് തോന്നുന്നില്ല. PJ ജോസഫ് സമ്മതിക്കുന്നില്ല. PJ മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഞാൻ ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കുകയില്ല. ഞാൻ കേരള കോൺഗ്രസിൻ്റെ വിവിധ തലങ്ങളിലുള്ള നേതാക്കന്മാരുമായി, സംസ്ഥാന നേതാക്കന്മാരുമായി, അതിൽ പ്രത്യേകിച്ച് കോട്ടയത്തുള്ള നേതാക്കന്മാർ, മണ്ഡലം പ്രസിഡന്റുമാരൊക്കെ ഉണ്ടല്ലോ, എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് കേട്ട അവരുടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം യുക്തമായ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് എന്നേക്ക് സ്ഥാനാർത്ഥി വരും?
ഇത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ അത്ഭുതകരമായി തോന്നും. ആ നിലയ്ക്ക് പെട്ടെന്ന് അല്ല, ഈ വർക്കിംഗ് ചെയർമാൻ മത്സരിക്കണമെന്ന താല്പര്യം പ്രകടിപ്പിച്ച സ്ഥിതിക്ക് മറ്റൊരു പേരിന് എന്താണ് പ്രസക്തി? എന്തിനാ നിങ്ങൾ അത് ഇവിടെയൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പാർട്ടി ഫോറം ഉണ്ട്, ഞങ്ങൾ ചർച്ച ചെയ്യും, യോഗ്യമായ തീരുമാനം ചെയ്യും. യോഗ്യരായ സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട്, അതിലുണ്ട്, രംഗത്തുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും കേട്ടിട്ട് എല്ലാവരുടെ അഭിപ്രായം കേട്ടിട്ട് ചെയ്യാം. ഈ രംഗം കഴിയുമ്പോൾ ഇതുതന്നെ ആയിരിക്കും പാർട്ടിയുടെ ചിത്രം. ചിത്രത്തിൽ നിന്ന് ഔസേപ്പച്ചൻ ഒതുക്കത്തിലങ്ങ് പോയി കഴിഞ്ഞിരിക്കും. മാണി ഗ്രൂപ്പ് മാത്രമായിരിക്കും ബാക്കി ഉണ്ടാവുക.